ആയിരുന്നു. പക്ഷെ ദൈവം ഒരു വിശാലത വരുത്തി. ഹല്ലേലൂയ. മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത നിലയിൽ ആ മനുഷ്യൻ ഞെരുക്കത്തിലായിരുന്നു. ദൈവം ഒരു വിശാലത വരുത്തി. സ്തോത്രം. സാഹചര്യങ്ങൾ മുഴുവനും ആ മനുഷ്യനെ ഞെരുക്കമായിരുന്നു. ഒരു വിശാലത വരുത്തി. 2025 പ്രാർത്ഥിച്ചാൽ സാമ്പത്തിക വിശാലത, ജോലിയിൽ വിശാലത, നാം ആയിരിക്കുന്ന ഇടുങ്ങിയ കാലുകുത്താൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു വിശാലത വരുത്താം. എത്രയോ വിശാലത പ്രയിച്ചാലും ദൈവം വരുത്തി. രണ്ടാമത്തെ വരവിന് സ്പോൺസറെ കൊടുത്തു, CR കൊടുത്തു, കട കൊടുത്തു, എല്ലാം കൊടുത്തു. പഴയതിനേക്കാൾ അനുഗ്രഹമായിട്ട് എത്രത്തോളം വിശാലത ദൈവം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ നോക്കിയാൽ, ബെന്നിയെ നോക്കിക്കേ, എത്രത്തോളം വിശാലത വരുത്തി. കഴിഞ്ഞ ആഴ്ച വണ്ടി കൊടുത്തു, എന്ത് ചെയ്തു? ജോലി വിശാലത കൊടുത്തു. ആമേ. സാലറിയിൽ ഒരു വിശാലത വന്നു, എല്ലാത്തിലും ഒരു വിശാലത വന്നു. അവിടെ ദൈവം വിശാലത വരുത്തുന്ന ദൈവം. ഒടുവിൽ പറഞ്ഞ വാക്യം ഞാൻ പെട്ടെന്നങ്ങ് ഓർപ്പിക്കുക. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ എനിക്കുണ്ടായതിലും പണം ഉണ്ടാകുന്നതാണോ വലിയ സന്തോഷം? പണം ഉണ്ടാകുന്നതിനേക്കാൾ, വസ്തു ഉണ്ടാകുന്നതിനേക്കാൾ, വീടുണ്ടാകുന്നതിനേക്കാൾ വലിയ സന്തോഷം ദൈവത്തിൽ ദാവീദ് കണ്ടെത്തി. ജഗത്തിൽ വലിയ പണക്കാരനാ, ഇഷ്ടംപോലെ പണമൊക്കെ ഉണ്ട്. എന്നിട്ടും പറയാണ്, അതിനകത്തൊന്നും എനിക്ക് പണം വർദ്ധിച്ചിട്ടും ധാന്യം വർദ്ധിച്ചിട്ടും ഒന്നും എനിക്ക് സന്തോഷം കിട്ടിയില്ല. എനിക്ക് അതിനേക്കാൾ സന്തോഷം ദൈവം തന്നു. ഹല്ലേലൂയ പറഞ്ഞ് ആത്മീക സന്തോഷം ദൈവം നമുക്ക് നൽകി തരട്ടെ. കർത്താവിന് വേണ്ടി അധികമായി ഈ വർഷം നിൽക്കണം, പ്രവർത്തിക്കണം. വേലക്കാരൻ തന്റെ കൂലിക്ക് ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിന്റെ കൂലി ദൈവം തരും. ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ അതിന്റെ കൂലി ദൈവം തരും. സ്തോത്രം. കൊണ്ട് വേലക്കാരൻ തന്റെ കൂലിക്ക്. ഈ ഭൗതികമായ കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോയാൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒത്തിരി. എവിടെയാ തെളിവേ? പത്രോസ് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ബോട്ടിൽ എത്ര പേര് ജോലിക്കുണ്ടായിരുന്നു? യോഹന്നാൻ 21 വായിച്ചാൽ മതി. 7 ജോലിക്കാർ അദ്ദേഹത്തിന്റെ ബോട്ടിലുണ്ട്. പത്രോസ് ഉൾപ്പെടെ 8 പേര്. 8 പേരെ വെച്ച് മീൻപിടുത്തം നടത്തുന്ന വലിയൊരു ജോലിക്കാരനായിരുന്നു പത്രോസ്. സ്വന്തമായി ബിസിനസ്സാണ്. 100 രൂപ നോട്ടുകൾ പത്രോസ് ബാഗിനകത്ത് ഇങ്ങനെ അടുക്കി കൊണ്ട് നടന്നിട്ടുണ്ട്. സ്തോത്രം. പണം ഇഷ്ടം പോലെ ഉണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ ദേവാലയത്തിന്റെ വാതിക്കൽ ഒരു മുടന്തൻ ഇരിപ്പുണ്ട്. പ്രാർത്ഥന സമയത്ത് ഒരു മുടന്തൻ അവിടെ ഇരിക്കുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പ്രാർത്ഥനാ സമയത്ത് ഈ മുടന്തൻ വാതൊക്കെ വന്ന് ഭിക്ഷ മേടിക്കുക. നിങ്ങൾക്ക് പോലും മനസ്സിലായോ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? പ്രാർത്ഥനാ സമയത്ത് ഈ മുടന്തൻ അവിടെ ഇരുന്ന് ഭിക്ഷ മേടിക്കുന്നതിന്റെ കാരണം പറയാമോ? ഈ മക്കളെ ആർക്കും വലിയ തന്ത്രം എന്നാന്നറിയോ? സ്വോത്രകാഴ്ച കൊണ്ടുവരുന്നത്, പള്ളി സ്വോത്രകാഴ്ച ഇടാൻ കൊണ്ടുവരുന്നത് ഇവന്റെ പാത്രത്തിൽ വീഴുന്നത്. അതാണ് അതിന്റെ സൂത്രം. പ്രാർത്ഥന ഇല്ലാത്തപ്പോഴാണോ? പ്രാർത്ഥന അവളല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നേ. 3-ാം അധ്യായം കണ്ടോ? ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ പ്രാർത്ഥനാ സമയം നോക്കി എന്ത് ചെയ്യാ ആ പുള്ളി? നോക്കണം. നിങ്ങൾ ഒരു ദിനാർ ഇവിടെ സ്വോത്രകാഴ്ച ഇടാൻ കൊണ്ടുവരുമ്പോൾ ആ സമയം നോക്കി വേറെ പുള്ളി എന്ത് ചെയ്യും? അത് അടിച്ചടിക്കാൻ പല തന്ത്രവും കൊടുക്കരുത് കേട്ടോ. ഈ പുള്ളിക്ക് മനസ്സിലായി. സ്വോത്രകാഴ്ച കൊണ്ടാണ് എല്ലാരും വരുന്നത്. നമ്മൾ കൈ നീട്ടിയാൽ പകുതി നമുക്ക് പ്രാർത്ഥനാ സമയത്ത്. ഈ മനുഷ്യൻ പിറവിയിലേ മുടന്തനാ.
മുടന്തരം എന്നല്ല, പിറവിയിലെ മുടന്ന്. എന്താ സിസ്റ്റർ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അംഗവൈകല്യമല്ല, അവന് എന്താ ഇല്ലാത്തവനാ. അവൻ കാലിന്റെ എന്തില്ല, പിറവിയിലേ അവന് പാലിന് നീളമില്ല. അവനിങ്ങനെ ഇരിക്കുക. പത്രോസും യോഹന്നാനും കൂടെ അതുവഴി ഇങ്ങനെ വന്നു. ശുശ്രൂഷയുടെ മെത്തേഡൊക്കെ പഠിച്ചോളുക. ആ ഭാഗം ഒന്ന് വായിക്കോ, പത്രോസും യോഹന്നാനും വന്ന ഭാഗം. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്താറുമുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ എന്നെ ചിന്തിപ്പിച്ചത്. പത്രോസ് യോഹന്നാനോട് കൂടെ, യോഹന്നാൻ പത്രോസിനോട് കൂടെയല്ല, പത്രോസ് യോഹന്നാനോട് കൂടെ. പത്രോസ് ആരാ? ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ സ്നാനപ്പെടുത്തി. പെന്തക്കോസ്ത് നാളിൽ ഒരു പ്രസംഗത്തിൽ 3000 പേരെ സ്നാനപ്പെടുത്തി. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു. വലിയ മനുഷ്യനാണ്. എന്നാൽ യോഹന്നാനോ ഒരു പ്രസംഗത്തിൽ ആരെയും രക്ഷിക്കപ്പെടുത്തിയായിട്ട് ഇപ്പം നമ്മൾ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അങ്ങനെ പത്രോസ് ഒരു വലിയ ദൈവദാസനാ. ആ വലിയ ദൈവദാസൻ ചെറിയ ദാസനോട് കൂടെ നിന്നു. സ്തോത്രം പറഞ്ഞ് പത്രോസ് യോഹന്നാനോട് കൂടെ, നമ്മളാളെ എന്തു പറയും? ഞാനാ വലിയ ആളാവും, അവന് വേണം ഇങ്ങോട്ട്. ആ മനോഭാവം എടുത്ത് കള. എന്ത് ചെയ്യരുത്? നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ വലിയ മനോഭാവമാണ് പലപ്പോഴും ദൈവപ്രവൃത്തിക്ക് തടസ്സം. ഇവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് എന്താന്ന് ചോദിച്ചാൽ, പത്രോസിന് ഞാനെന്ന ഭാവമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ 3000 പേരെ സ്നാനപ്പെടുത്തിയ ആളാണ്. ഞാൻ എന്നിട്ടിരുന്ന് വലിയ പ്രസംഗമൊക്കെ പ്രസംഗിച്ച ആളാണ്. എൻ്റെ ബോട്ടിൽ പെരുത്ത മീൻകൂട്ടം കിട്ടിയ ആളാണ്. അതുകൊണ്ട് ഈ മനുഷ്യൻ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല? ഒരു പരസ്യവും നടത്തിയിട്ടില്ല, ഒരു പ്രാർത്ഥന നടത്തിയിട്ടില്ല. അയാളോട് പുറകെ ഞാൻ പോകാനോ? നോ. യോഹന്നാനോട് കൂടെ നിന്നു. സ്തോത്രം പറഞ്ഞാട്ട്. നമ്മുടെ ഇടയിൽ അസൂയ എന്താണെന്നറിയാം? ആരെങ്കിലും ഒരാള് തലക്കൽ നിന്ന പുറകിൽ നിൽക്കുന്നവർക്ക് കണ്ണീക്കിടിയ. അങ്ങനെ ഒത്തിരി പേർ എന്നോട് അസൂയ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കീഴിൽ ഞാൻ ഇനി എന്ത് ചെയ്യത്തില്ല, അവരിനി നിൽക്കുകയാണ്, ഞാൻ പോകത്തില്ല, വരത്തില്ല. ഒരിക്കലും അങ്ങനെയല്ല. ആ മനോഭാവം നമുക്ക് ആർക്കും കൊള്ളില്ല. പത്രോസ് യോഹന്നാനോട് കൂടെ, അല്ലാതെ യോഹന്നാൻ പത്രോസിനോട് കൂടെ അല്ല. അതിന്റെ അർത്ഥം എന്താ? വലിപ്പ ചെറുപ്പമില്ല. സ്തോത്രം പറഞ്ഞ് ഞാനാണ് വലുത്, ഇവനാണ് വലുന്ന ഭാവമില്ല. ഇന്ന് രാത്രി ദൈവമക്കള് ദൈവസന്നിധി വരുമ്പോൾ എല്ലാരും ഒരുപോലെ. സ്തോത്രം പറഞ്ഞ് നമ്മളാരും വലിപ്പ ചെറുപ്പം കൊണ്ട് എന്ത് ചെയ്യരുത്, ഇരിക്കരുത്. ഞാൻ വലിയ പുള്ളിയാണ്, അവൻ താഴെ ആളാണ്, അവൻ ചെറിയ ആളാണ്, അങ്ങനെ ആരെയും കാണരുത് കേട്ടോ. എല്ലാം ഒരുപോലെ ചേർന്നു നിന്നു. എന്നിട്ട് അവര് പറഞ്ഞു കേട്ടോ, നീ ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ഉറ്റുനോക്കുക. നീ ഞങ്ങളെ അതിന്റെ അർത്ഥം എന്താ പറഞ്ഞേ? അതിന്റെ അർത്ഥം ശ്രദ്ധയോടെ നോക്കുക. അപ്പൊ ദൈവസന്നിധിയിൽ അടുക്കുമ്പോ ശ്രദ്ധ വേണോ? നിങ്ങൾ പറ. അപ്പൊ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അങ്ങോട്ട് നോക്കുക, ഒരാളിങ്ങനെ കിരുണ്ടുക, ഒരാൾ എന്ത് ചെയ്യുന്നു. അതിനിടയ്ക്ക് ഇവിടെ 2 പേരുണ്ടായിരുന്നു, വാർത്തകളുടെ ഇടയ്ക്ക് വർത്താനം പറഞ്ഞു. ആ 2 പേര് സാലി അലി ഷീബ. ഇവിടെ സൂപ്പർ പ്രസംഗം നടക്കുമ്പോൾ ഈ ഏതാണ്ടൊക്കെ ഇരുന്നേ ഇവിടെ നിങ്ങൾ കേട്ടോ. ഉറ്റുനോക്കുക, ഉറ്റുനോക്കുക. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഇരുപ്പിനും നിങ്ങൾ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥയില് അവിടെ നിങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇരുന്നവർക്ക് വിളമ്പി. ആർക്കാ വിളമ്പിയത്? പന്തിയിൽ പന്തിയിൽ ഇരുന്നവർക്ക്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ക്രമീകരിക്കപ്പെട്ടവർക്ക് ദൈവം പ്രവർത്തിച്ചു.
അവർ ക്രമമായിട്ട് ഒരു ലെവൽ ഉണ്ടാക്കി. ആ ലെവലിൽ ഒരു കണക്ക് വെച്ചു. 50 പേര് ഈ ലെവലിൽ ഇരിക്കുക, 50 പേര് രണ്ടാമത്തെ ലെവലിൽ ഇരിക്കുക. അങ്ങനെ ഒരു ലെവല് വെച്ചു, കണക്ക് വെച്ച് ഒരു പന്തി ഉണ്ടാക്കി. അതിനകത്തിരുന്നു. ആ ഇരുന്നവർക്ക് ദൈവം വളർത്തി. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പറഞ്ഞു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമം വേണ്ടേ? ആമേൻ, ഒരു സ്തോത്രം. ചിട്ട വേണ്ടേ? ഒരു ക്രമവും ഇല്ല, ഒരു ചിട്ടയില്ലാതെ നമ്മൾ ഇരിപ്പും പോക്കും വരവുമാണെങ്കിൽ എങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നത്? എന്നെ കുറ്റം ഹല്ലേലൂയ, പറഞ്ഞേക്കരുത് കേട്ടോ. ഈ സ്തോത്രം. സമയം വന്നിട്ട് എനിക്ക് വിടുതൽ കിട്ടിയില്ലെന്ന് നാളെ എന്റെ കേക്കൽ ഇവിടെ ആരും പറഞ്ഞേക്കരുത്. പ്രൈസ്. കാരണം ഞാൻ പറയുന്ന പോലെയല്ല വിടുതൽ, നിങ്ങൾ ഇരിക്കുന്ന പോലെ ഇരുന്നവർക്ക് ദൈവം വിളമ്പി. ഹല്ലേലൂയ, ഇരുത്താൻ സ്തോത്രം. ദൈവം പറഞ്ഞു. അവരിരുത്തി. എങ്ങനെ? പന്തി ഉണ്ടാക്കി. ചുമ്മാ കഴിക്കാനല്ല ഇരുത്തിയത്. കഴിക്കാൻ അങ്ങോട്ട് എവിടെ ഇരുന്നാലും പോരെ, അങ്ങനെ പോരാ. കർത്താവ് പറഞ്ഞു പന്തി പന്തിയായി തന്നെ ഇരുത്തണം, പന്തി പന്തിയായി തന്നെ. അപ്പൊ ക്രമം വേണ്ടേ? ഹല്ലേലൂയ, അമ്മേ, ആരാധനയ്ക്ക് വരുമ്പോൾ ചിട്ടയിലും ക്രമത്തിലും ശ്രദ്ധയിലും ആരാധനയിൽ നമ്മൾ മുമ്പോട്ട് പോകും. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ആരാധനയിലല്ല വിഷയം, പ്രാർത്ഥനയിലല്ല വിഷയം. ആണോ? യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 13 തൊട്ട് താഴോട്ട് വായിക്കുന്നത് ഏത് പ്രാർത്ഥനയാണ്? നീതിമാന്റെ പ്രാർത്ഥന എന്നല്ല, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ആമേൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടി ആ കണ്ണുമൊക്കെ തുറന്ന് തെക്കോട്ടും വടക്കോട്ടും ഒക്കെ നോക്കി ഇരിക്കുന്ന പ്രാർത്ഥനയാണോ? ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ഏകാഗ്രത വേണം. ആമേൻ. എന്നിട്ട് മാതൃക പറഞ്ഞത് ആരെയാ? 5-ാം അധ്യായത്തിലെ 13 ആ പാരഗ്രാഫ് അവസാനിക്കുമ്പോൾ, ആ ഖണ്ഡിക അവസാനിക്കുമ്പോൾ ശ്രദ്ധയ്ക്ക് മാതൃക പറഞ്ഞത് ആരാ? ഏലിയാവ്. നമുക്ക് സ്വഭാവമുള്ള മനുഷ്യൻ. ഏലിയാവിനെയാ മാതൃക വെച്ചത്. ഏലിയാവിന്റെ മാതൃക എന്താ പറഞ്ഞാട്ടെ? ഏലിയാവിന്റെ മാതൃക സ്വന്തം മകൻ മരിച്ചു കിടന്നപ്പോ തള്ളെ പുറത്തിറക്കി. തള്ളെ ഇവിടെ എങ്ങാനും കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോ ഞാനൊന്ന് പിടിച്ച് പുറത്തിറക്കട്ടെ, സമ പിന്നെ 4 കഷണമാകും. സമ പിന്നെ 4 5 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ അത് വായിച്ചിട്ടുണ്ട്. ശൂനേംകാരത്തിന്റെ ചരിത്രം ഇല്ലേ? 5-ാം അധ്യായത്തിൽ ശൂനേംകാരത്തിയുടെ മകൾ മരിച്ചപ്പോൾ ഏലിയാവ് തള്ളെ വെളിയിലിറക്കി പാൻ പറഞ്ഞു. ആ ശവത്തിന്റെ അടുക്ക ഇരുത്തിയില്ല. കഥ കടച്ചിട്ട് ആ മനുഷ്യൻ ആ ശവത്തിന്റെ അടുക്കൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ കൊച്ചു ഉയർത്തു. ഉയർത്തു. തള്ളയെ വിളിച്ചിട്ട് കൊടുത്തു. എന്താ കാര്യത്തറിയോ? തള്ള ഇരുന്നാൽ ഈ ഉയർപ്പ് നടക്കത്തില്ല. എന്താ കാര്യം? തള്ളയ്ക്ക് ശ്രദ്ധയില്ല. തള്ള അവിടെ കിടന്ന് കരയുകയും ബഹളം വെക്കുകയും കുഞ്ഞിന്റെ മുഖത്തോട്ട് നോക്കുകയും ഒക്കെ ചെയ്യുമെന്ന് ഏലിയാവിനറിയാം. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധയില്ലാത്ത ആരാധനയിൽ വിടുതൽ പ്രതീക്ഷിക്കണ്ട. വിടുതൽ പ്രാർത്ഥനയിൽ വിടുവിക്കാമെന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെ എല്ലാവർക്കും കിട്ടും. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയിൽ ഞാൻ പ്രവർത്തിക്കാം. അപ്പൊ ഏകാഗ്രത വേണോ? ശ്രദ്ധ വേണോ? ഞാൻ ഇവരെ പ്രാർത്ഥന പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരാധനയ്ക്ക് മുമ്പ് ഇവര് വന്നു, കുറച്ചു പേര്. അത് പൂർത്തീകരിച്ചില്ല. അത് പഠിപ്പിച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ യോഹന്നാൻ 18-ാം അധ്യായത്തിലായിരുന്നു. അതൊന്നുകൂടെ പറഞ്ഞേക്കാം, എല്ലാവർക്കും അറിയാം. എങ്കിലും നമുക്ക് ഈ ഏകാഗ്രത വേണമല്ലോ, ശ്രദ്ധ. എന്താണ് പ്രാർത്ഥന എന്നറിയണ്ടേ? 18 ഉറക്കെ വായിക്കാം. ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. അതിൽ അവനും ശിഷ്യന്മാരും കടന്നു. അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോട് കൂടെ പോയിരുന്നത് കൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യൂദായും ആ സ്ഥലം അടിയിലൊക്കെ വരയിട്ട് വെക്കണം ഓരോരുത്തരും. യേശു പലപ്പോഴും ശിഷ്യന്മാരോട് കൂടി അവിടെ പോയിരുന്നത് കൊണ്ട് പോയിട്ടുണ്ട്. താഴോട്ട് വായിക്കാം. അവനെ കാണിച്ചു കൊടുത്ത യൂദായും ആ സ്ഥലം അറിഞ്ഞിരുന്നു. അങ്ങനെ യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് തീപ്പെട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞു പുറത്തു ചെന്നു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. നസ്രയനായ യേശുവിനെ എന്നവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. മതി നിൽക്കട്ടെ. ആമേ.
യേശു അവിടെ പോയി. എന്തിനാ അവിടെ പോയെന്ന് എഴുതിയേക്കുന്നത്? ഗെത്സമന തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കാൻ പോയി. ആമേൻ. സ്തോത്രം. പലപ്പോഴും അവിടെ പോയി. അപ്പൊ യേശുവിന് എന്തുണ്ടായിരുന്നു? ഗെത്സമന തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി യേശു തെരഞ്ഞെടുത്ത സ്ഥലമാണ് ഗെത്സമന തോട്ടം. അവിടെ പലപ്പോഴും പോകും. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മണിക്കൂറുകൾ വേർതിരിക്കുന്ന ഒരു പതിവ് നിങ്ങൾക്കുണ്ടോ? ഹല്ലേലൂയ. പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ടോ നിങ്ങളെ? പള്ളി വന്നാൽ 2 വാക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക്. പിന്നെ എങ്ങനെ നിങ്ങൾക്കൊക്കെ വിടുതൽ കിട്ടുന്നത്? അഥവാ ഇനി വിടുതൽ തരുമെന്ന് ഏതെങ്കിലും പാസ്റ്റർമാർ പറഞ്ഞെങ്കിൽ പച്ചക്കള്ളം അവരൊക്കെ വിളിച്ചു പറയുന്നത്. നമ്മളെ വെറുതെ പാവപ്പെട്ട നമ്മളെ എന്ത് ചെയ്യുക, കളിപ്പിക്കാൻ പറയുന്നതാ. അത് കിട്ടും ഇത് കിട്ടുമെന്നൊക്കെ. സ്തോത്രം. യേശു പലപ്പോഴും അവിടെ പോയിരുന്നു. അപ്പോൾ ഇന്ന് മാത്രമല്ല, അനേക ദിവസങ്ങളിൽ അവിടെ പോയി തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പതിവാർക്കുണ്ടായിരുന്നു യേശുവിനെ. അവിടെ വല്ലപ്പോഴും ഒക്കെ 2 മണിക്കൂർ വേർതിരിച്ച് പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യണം? ഒരു പതിവ് അല്ല, ഇങ്ങോട്ടും എവിടെ ഇരിക്കുക. സ്തോത്രം. പലപ്പോഴും ഒക്കെ ഉണ്ടോ? ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ സഹിക്കണം, പ്രാർത്ഥിക്കും. അപ്പൊ ഗെത്സമന തോട്ടത്തിൽ ഈ പ്രാർത്ഥനയുടെ, യേശുവിന്റെ പ്രാർത്ഥനയുടെ മെത്തേഡ് കേട്ടു. യേശു ശിഷ്യന്മാരെ വാതുക്കെ നിർത്തുന്നു. 3 പേരെ കൊണ്ട് അകത്ത് കയറുന്നു. ആരൊക്കെ അകത്ത് കയറിയത്? യോഹന്നാൻ, യാക്കോബ്, പത്രോസ്. ഇവരുടെ പ്രത്യേകത അറിയാവോ? യോഹന്നാൻ, യാക്കോബ്, പത്രോസ്. പത്രോസ് വിശ്വാസത്തിന്റെ അപ്പോസ്തലൻ. യോഹന്നാൻ പ്രത്യാശയുടെ അപ്പോസ്തലൻ. പിന്നെ യാക്കോബ് സ്തോത്രം വിശ്വാസത്തിന്റെ അപ്പോസ്തലൻ. യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ, യാക്കോബ് പ്രത്യാശ, പത്രോസ് വിശ്വാസം. വിശ്വാസം, സ്നേഹം, പ്രത്യാശ. ഇത് 3 യേശു എപ്പോഴും എന്ത് ചെയ്യും? തൻ്റെ കൂടെ നടത്തും. പത്രോസ് വിശ്വാസത്തിന്റെ അപ്പോസ്തലനാ. എന്താ തെളിവ്? പറ. അതിന്റെ തെളിവ് എവിടെയാ? അതിന്റെ തെളിവാണ് 12-ാമത്തെ അധ്യായത്തിൽ കാരാഗ്രഹത്തിൽ കിടന്ന് ഉറങ്ങുക. നാളെ രാവിലെ ഇദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പോവാ? നാളെ രാവിലെ ഇദ്ദേഹത്തെ കൊല്ലാൻ പോവുക. യാക്കോബിനെ കൊന്നു. എന്താ പത്രോസിന് പേടിയില്ലാത്തത്? എന്തുകൊണ്ടാണ് പത്രോസ് അതിനകത്ത് കിടന്ന് ഉറങ്ങുന്നത്? പത്രോസിന് വിശ്വാസമുണ്ട്. എന്ത് വിശ്വാസം? എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറുമെന്നുള്ള വിശ്വാസമുണ്ട്. നീ വൃദ്ധനായ ശേഷം നിന്റെ അര കെട്ടി. അപ്പൊ വൃദ്ധനായ ശേഷം അപ്പൊ ഞാൻ വയസ്സ് എന്നിട്ട് മരിക്കത്തുള്ളെന്നോ ആർക്ക് വിശ്വാസമുണ്ട്? പത്രോസിന്. കേട്ടോ, അത്രയും പറഞ്ഞ ഭാഗം വിടുന്നു. അകത്ത് കയറി യേശു ഒരു കല്ലേറ് മുൻപോട്ട് പോയി. നിങ്ങൾ ഒരു കല്ലെടുത്ത് പുറത്തിറങ്ങിയിട്ട് എറിയണം. എനിക്ക് തോന്നുന്നു ജോർജ് ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ 25 മീറ്റർ പോകുമെന്ന് തോന്നുന്നു. ശിഷ്യന്മാരെ അവിടെ നിർത്തിയിട്ട് 25 മീറ്റർ മുൻപോട്ട് കയറി യേശു പ്രാർത്ഥിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, അതെന്താ ഇവരെ കൂടെ കൂട്ടാഞ്ഞത്? ഇവരെ കൂടെ അവിടെ കൂട്ടാഞ്ഞെന്താന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. യേശു വരുമ്പോൾ അവരെന്ത് ചെയ്യുക? ഉറങ്ങുക. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഉറക്കവും ക്ഷീണവും ഒക്കെ 25 മീറ്റർ പുറകോട്ട് തള്ളിക്കോണം. സ്തോത്രം പറഞ്ഞേ. ഇവരവിടെ നിന്ന് ഉറങ്ങും, അവര് ക്ഷീണിക്കുക. കേട്ടോ, അപ്പൊ നാം എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഏകാഗ്രതയുടെ സാഹചര്യം ഉണ്ടാക്കണം. യേശുവിന് ഇവരോടുകൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. എന്താ കാര്യം? പത്രോസ് ഉറങ്ങുന്ന, യാക്കോബ്. അപ്പൊ ഓർത്തോണം, ആരാധനയെ വന്ന് നമ്മൾ ആരാധിക്കാതിരുന്നു കഴിഞ്ഞാൽ അന്നത്തെ ആരാധനയ്ക്ക് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുക. അന്നത്തെ ആരാധനയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ അന്നത്തെ ബന്ധനം പിശാചൊന്നുമല്ല. എല്ലാം കൊണ്ട് പിശാചിന്റെ മോളിൽ കയറ്റി കള്ളു കുടിച്ചിട്ട് അച്ചായം പോയി ഈ കിണറിന്റെ തിട്ടേ കിടന്നുറങ്ങി. പിശാച് കൊണ്ട് തട്ടി എഴുന്നേപ്പിച്ചു. ദേവി ചെയ്ത് ബ്രദറെ, നിങ്ങൾ ഇവിടുന്ന് പോകും,
ഇവിടെ ഒന്ന് പോണം. കാരണം നിങ്ങൾ രാത്രി കിണറ്റി വീണാ നാളെ പിശാശി തള്ളിയിട്ടത് എനിക്ക് വെറുതെ ആ പഴി കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ നിന്നേറ്റ് നിങ്ങൾ പോകാൻ പറഞ്ഞ് പിശാശി എഴുന്നേപ്പിച്ചാണ് വീട്ടിൽ കൊണ്ട് നക്കേച്ച പോയത്. ശരിയല്ലേ പറഞ്ഞത്? ഇയാള് കിണറ്റി വീട്ടുകാർ പറയും ഞങ്ങളുടെ അപ്പച്ചനെ പിശാശി തള്ളിയിട്ടത്. കള്ളു കുടിച്ചിട്ട് വീണതാന്ന് പറയുമോ? എല്ലാം കൊണ്ട് പിശാശിന്റെ പുറത്ത് വെക്കുക, ബന്ധനത്തിന്റെ പുറത്ത് വെക്കുക എല്ലാം. സ്തോത്രം. അപ്പൊ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സാഹചര്യം വേണ്ടേ? എല്ലാം പുറകോട്ട് മാറ്റണം കേട്ടോ. ഒന്നും പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് മൊബൈലൊക്കെ മാറ്റി വെച്ചേ പറ്റും. എല്ലാം മാറ്റണം. സ്തോത്രം. ഏതാണ്ട് കല്ലേറ് ദൂരത്തോളം മുൻപോട്ട് കയറിയിട്ടാണ് യേശു പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ നേരത്ത് മൊബൈല്, TV ചെയ്യണം. കുഞ്ഞുങ്ങളെ എല്ലാം പുറകോട്ട് മാറ്റി നിർത്തിയിട്ട് ഏകാഗ്രതയോടെ സമയം എടുത്ത് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വിടുതല. യേശു അങ്ങനെയാ പ്രാർത്ഥിച്ചത്. എല്ലാം പുറകോട്ട് മാറ്റി വെച്ചിട്ട് യേശു തന്നെ മുൻപോട്ട് കയറിയിട്ട് എങ്ങനെ പ്രാർത്ഥിച്ചു? നിലത്ത് വീണു, മണ്ണിനകത്ത് വീണു, കമന്ന് കിടന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇനി മണ്ണിനകത്ത് വീണില്ലെങ്കിലും മുട്ടയിലും ഒന്ന് മടക്കണം. വീട്ടിലൊക്കെ ഇരിക്കുമ്പോ മനസ്സിലായോ? വീണ് കിടന്നു യേശു പ്രാർത്ഥിച്ചു. 18-ാമത്തെ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ സംഭവങ്ങളാണ്. പെട്ടെന്ന് നമുക്ക് ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. ആമേ. 18-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം അല്ലെങ്കിൽ 4-ാമത്തെ വാക്യം വായിച്ചു. യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് അടി വരയിടെ. എന്തിനാണ് യേശു ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിച്ചത്? ഒരു ചോദ്യമുണ്ട്. പാഷ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അത് കേട്ടോ. തനിക്ക് നേരിടാനുള്ളത് താൻ അറിഞ്ഞിരുന്നു. തന്റെ മുൻപിൽ എന്തുണ്ട്? വലിയൊരു ക്രൂശുണ്ടെന്നും തനിക്ക് കാൽവറിയിലേക്ക് പോകേണ്ടതാണെന്നും തന്നെ യഹൂദന്മാര് കോടതി കൊണ്ടുപോകുമെന്നും അടിക്കുമെന്നും ഉപദ്രവിക്കുമെന്നും തന്റെ മുൻപിൽ നേരിടാനുള്ള സകലതും അറിഞ്ഞിരുന്നു. ആ നേരിടാനുള്ളത് അറിഞ്ഞിട്ടാണ് യേശു പ്രാർത്ഥിച്ചത്. 2025 നിന്റെ ജോലി ചിലത് നേരിടാനുണ്ട്. നിന്റെ കുടുംബ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടാനുണ്ട്. ചില സാമ്പത്തിക വിഷയങ്ങൾ നേരിടേണ്ട വ്യക്തിയാണ് നീ. ആമേ. പലതിനെയും നീ നേരിടാനുണ്ട്. പ്രാർത്ഥിക്കാതെ നിനക്കൊന്നിനെയും നേരിടാൻ കഴിയുകയില്ല. 4-ാമത്തെ വാക്യം ഒന്നുകൂടെ ഉറക്കെ വായിരേ. യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്നു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. കണ്ടോ? തനിക്ക് നേരിടാനുള്ളതെല്ലാം അറിഞ്ഞിരുന്നു. അതിനാ പുള്ളി പ്രാർത്ഥിക്കാൻ വന്നത്. അറിയാവോ? കട ഒത്തിരി ഇല്ലേ? വലിയ പ്രശ്നം നേരിടേണ്ടതായിട്ടില്ലേ? വീട്ടിൽ 100 പ്രശ്നങ്ങളില്ലേ? ഇത് ജോലി പ്രശ്നമില്ലേ? സാമ്പത്തിക പ്രശ്നമില്ലേ? ശാരീരിക വിഷയമില്ലേ? 100 പ്രശ്നം നിനക്ക് നേരിടേണ്ട ദിവസങ്ങളല്ലേ നിന്റെ മുൻപിലുള്ളത്, ആഴ്ചകളല്ലേ മുൻപിലുള്ളത്. ആ പ്രശ്നത്തെ നേരിടണമെങ്കിൽ പ്രാർത്ഥിക്കാത്ത വ്യക്തിക്ക് കഴിയുകയില്ല. പ്രശ്നം നേരിടാൻ അറിഞ്ഞതുകൊണ്ട് യേശു ആ പ്രശ്നം നേരിടുന്നതിന് മുൻപ് ആ പ്രശ്നം നേരിടാനുള്ള ബലത്തിനു വേണ്ടിയും ശക്തിക്ക് വേണ്ടിയും ഗെത്സമനായിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ആമേ പ്രാർത്ഥിച്ചു. ചില വിഷയങ്ങൾ നേരിടാനുണ്ട്. സ്വത്രം പറയാം. ജോലിയും ബ്രദറെ ഇപ്പൊ കാണുന്ന പോലല്ല, അനേക വിഷയങ്ങൾ നേരിടാനുണ്ട്. അങ്ങനെ 100 പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ മുമ്പിൽ ഉള്ളത് കൊണ്ട് ആ തരണം ചെയ്യേണ്ട വിഷയങ്ങൾ നേരത്തെ അറിഞ്ഞുകൊണ്ട് ഗെത്സമന തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കാൻ പോയി. മനസ്സിലായല്ലോ? അടുത്ത ലൈൻ വായി. 5-ാമത്തെ വാക്യം തുടങ്ങി. നസ്രയനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദായും അവരോട് കൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്തു വീണു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസ്രയനായ യേശുവിനെ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. എന്നെ ആകുന്നു തിരയുന്നുവെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. യേശുവിനെ പിടിക്കാൻ ആൾക്കാർ വന്നപ്പോ യേശു
അവരുടെ മുമ്പിൽ നിൽക്കുക. എന്നിട്ട് യേശു പറഞ്ഞു, ഞാനാണ് നിങ്ങളെ പിടിക്കാൻ വന്ന ആള്. അവരെ പരിചയപ്പെടുത്തി കൊടുത്തു. അവർ യേശുവിനെ അവിടെ വെച്ച് പിടിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? എന്താ ഇതിന്റെ അർത്ഥം? പറ. ആ വന്നവരെങ്ങനെയാ വന്നെന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? തീപ്പട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി. കണ്ടോ? സ്തോത്രം. 4-ാമത്തെ വാക്യം കണ്ടോ? ഈ ആയുധങ്ങളെ നേരിടണമെന്ന് തനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അല്ലേ? എന്റെ നേരെ എന്തു വരുമെന്ന് കുഞ്ഞെ അറിഞ്ഞു. ശത്രുവിന്റെ പല ആയുധങ്ങളും വരുന്ന ദിവസങ്ങളിൽ നിന്റെ നേരെ വരുമെന്ന് അറിഞ്ഞിട്ടേ മുമ്പോട്ട് പോകാം. സ്തോത്രം. അതറിഞ്ഞോണ്ട് യേശു മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. സ്തോത്രം. പക്ഷെ യേശു എന്ത് ചെയ്തു? അവരുടെ മുമ്പിൽ നേരെ നിൽക്കുക. അവര് തെറിച്ചുപോയി. യേശു നേരെ നിന്നു, അവരോട് സംസാരിച്ചു. അവരുടെ കയ്യിൽ ആയുധം ഇരിപ്പുണ്ട്, തീപ്പട്ടി പന്തങ്ങളുണ്ട്. അതിന്റെ മുമ്പിൽ യേശു നിന്നു, അവരോട് സംസാരിച്ചു. എന്താ പഠിച്ചതെന്താ? പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ആയുധങ്ങളുടെ നേരെ ശക്തിയോടെ നിൽക്കുവാൻ കർത്താവിന് കഴിഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. അടുത്ത ദിവസം വരുന്ന ശത്രുവിന്റെ ആയുധങ്ങളുടെ നേരെ ശക്തിയോടെ നിൽക്കണോ? നിൽക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണല്ലേ പറ്റത്തുള്ളൂ. യേശു അവരുടെ മുമ്പിൽ നിൽക്കുക. യേശു പതറിയോ? യേശു ഓടിപ്പോയോ? ഈ പെട്ടിപ്പന്തങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ, ആയുധങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ, തന്റെ ശത്രുവിന്റെ മുമ്പിൽ നിൽക്കുവാൻ തന്റെ ഇടത്തോടെ യേശു നിൽക്കുകയാ. അതിനെ എല്ലാം യേശു നേരിടുകയാ. എന്തുകൊണ്ട്? ഗെത്സമന തോട്ടത്തിൽ നേരിടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അതുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയൊക്കെ എടുത്തില്ലെങ്കിൽ ജീവിതത്തിൽ നേരെ വരുന്ന ഒന്നും താങ്ങാൻ പറ്റാതെ വരും. പിന്നെ പാസ്റ്ററോടൊന്നും പറഞ്ഞേക്കരുത്, ഞങ്ങൾ സഭയെ വന്നിട്ട് വിടുതലൊന്നും പ്രാർത്ഥിച്ച പുള്ളിയാണ് നേരെ നിൽക്കുന്നത്. കർത്താവിന് ഈ ആയുധങ്ങളുടെ മുമ്പിൽ നേരെ നിൽക്കാൻ പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടേ? ഹല്ലേലൂയ പറ. ഗെത്സമന തോട്ടത്തിൽ ആയുധം കൊണ്ട് വന്നവരുടെ മുമ്പിൽ നേരെ നിൽക്കാൻ കർത്താവ് പ്രാർത്ഥിച്ചെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണ്ടേ? എത്ര പേര് തീരുമാനിക്കും, ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ അളവ് കൂട്ടും? ഓക്കെ, കണ്ടോ? ആയുധവുമായിട്ട് വന്നപ്പോൾ യേശു അതിൻ്റെ മുമ്പിൽ നിന്നു, പതറിയില്ല, പേടിച്ചില്ല. കാര്യം ഇത് നേരിടാൻ വേണ്ടിയാ പുള്ളി പ്രാർത്ഥിച്ചത്. സ്തോത്രം. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആയുധങ്ങളെ നേരിടുവാൻ, പ്രതികൂലത്തെ നേരിടുവാൻ, ശത്രുവിനെ നേരിടുവാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും, നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി വീണ്ടും ഓർപ്പിക്കുന്നു, ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ അളവ് കൂട്ടിക്കൂ. പത്രോസിന്റെ കാര്യത്തിലേക്ക് വരാം. പിറവിയിലെ മുടന്തനായ മനുഷ്യൻ, ഞാൻ പറഞ്ഞു സ്വോത്രകാഴ്ച പിടിച്ചു മേടിക്കാനാണ് അവിടെ കൊണ്ട് ഇവരെ കൊണ്ട് ഇരുത്തിയേക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥനാ സമയത്ത് ഭിക്ഷക്കാരനെ അവിടെ കൊണ്ടിരുത്തണോ? പ്രാർത്ഥന കഴിഞ്ഞിരുത്തിയാ പോലെ. പ്രാർത്ഥന സമയത്ത് കറക്റ്റ് നോക്കിക്കൊണ്ടിരുത്തുന്നത് നേർച്ച ഇടാൻ വരുന്നവരുടെ കയ്യില് കൊണ്ട് നിങ്ങളുടെ സ്വോത്ര കാഴ്ച വേറെ ആരും കൊണ്ടുപോകരുത്, ഇവിടെ കൊണ്ടിടണം കേട്ടോ. ആർക്കും കൊടുത്തേച്ച് ഇവിടെ വന്നിരിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. അതിവിടെ കൊണ്ടിട്ട് കൊടുക്കണം. മുടന്തൻ, പിറവിയിലേ മുടന്തൻ. അപ്പൊ പത്രോസ് യോഹന്നാനോട് കൂടെ നിന്നു കേട്ടോ. അങ്ങനെ നിക്കണം. ഞാൻ വലുതല്ല, അയാള് ചെറുതാങ്ങനൊന്നുമല്ല, രണ്ടുപേരും ഐക്യമ നിൽക്കാം. എന്നിട്ട് അവനോട് ഉറ്റു നോക്കാൻ പറഞ്ഞു. നീ ഞങ്ങളെ ഉറ്റു നോക്കുക. എന്നിട്ട് പത്രോസ് മുൻപോട്ട് എന്നിട്ട് അവന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലിന്റെ നരിയാണി ഉറച്ചു. ശരിക്കും നിങ്ങൾ പഠിക്കണം, ഇതിനകത്തൊക്കെ വലിയ ആത്മീയ മർമ്മങ്ങളാ. ഉറ്റു നോക്കാൻ പറഞ്ഞു. ഉറ്റുനോക്കുക. എന്താ ബ്രദറെ ആ നോട്ടത്തിന്റെ അർത്ഥം? ശ്രദ്ധയോടെ. എന്തിനാ?
പത്രോസ് അവന്റെ കൈക്ക് പിടിച്ച് നടക്ക നിങ്ങൾ വിചാരിക്കല്ല പത്രോസ് അവന്റെ കൈക്ക് പിടിച്ച് പൊക്കിയെന്ന് പറയുമ്പോൾ പത്രോസിന് തോന്നിയിട്ടാണ് പൊക്കിയത്. നോ, ദൈവം സംസാരിച്ചു. എപ്പം? ആമേൻ. അവൻ ഉറ്റുനോക്കിയപ്പോൾ. സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. അവനെ കുറിച്ചുള്ള ദൈവാലോചന പത്രോസിന് ലഭിക്കാനാണ് പറഞ്ഞത്, നീ ഞങ്ങളെ ഉറ്റുനോക്കാൻ പറഞ്ഞത്. ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ. ദൈവമക്കളെ, നീ ശ്രദ്ധയോടെ ദൈവത്തെ നോക്കിയെങ്കിലേ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും നിനക്ക് വേണ്ടി ദൈവമുമ്പാകെ നിൽക്കുന്നവർക്കും നിന്നെ കുറിച്ചുള്ള ആലോചന കിട്ടത്തുള്ളൂ. അല്ലാതെ ഓടിച്ചെന്ന് അവനെ പിടിച്ചു പോക്കിയതല്ല. സ്തോത്രം പറഞ്ഞ് അവൻ കുറെ നേരം അവരെ ഇങ്ങനെ ഉറ്റുനോക്കിയപ്പോൾ പത്രോസിന് ദൈവാത്മാവിന്റെ പ്രേരണ ഉണ്ടായി. അവന്റെ കൈക്ക് പിടിച്ച് പൊക്കാൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ പോലെ നിങ്ങൾ എത്രത്തോളം ആത്മീകമായി ശ്രദ്ധയോടെ ഉറ്റു പ്രാർത്ഥിക്കും, ഉറ്റു ദൈവത്തെ ആരാധിക്കും, അത്രത്തോളം ദൈവത്തിന്റെ സ്തോത്രം. അതിനാ പറഞ്ഞത്. അല്ലാതെ പത്രോസ് കൈക്ക് പിടിച്ച് പൊക്കിയ ഇവൻ സൗഖ്യമാകത്തില്ല. ദൈവത്തിന്റെ ശക്തി പത്രോസിൽ ഇറങ്ങി വരണം. ആ ദൈവശക്തി പത്രോസിൽ വ്യാപരിക്കാനാണ് പറഞ്ഞത്, നീ ഞങ്ങളെ ഉറ്റുനോക്കുവിൻ. സ്തോത്രം പറഞ്ഞേ ദൈവമക്കളെ, പാസ്റ്റർമാരിലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നിടത്തും കൂട്ടായ്മയിലും ദൈവശക്തി ഇറങ്ങി വരണമെങ്കിൽ നീ അതിനെ എത്രത്തോളം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യും, എത്രത്തോളം നീ അതിന് വില കൊടുക്കും, എത്രത്തോളം നീ അതിനെ മാനിക്കും, അത്രത്തോളം മാത്രമാണ്. അതുകൊണ്ട് നോക്കാനല്ല പറഞ്ഞത്, ഞങ്ങളെ ഉറ്റുനോക്കുവിൻ. വേറെങ്ങോട്ടും നിന്റെ ശ്രദ്ധ പോകരുത്, നിന്റെ ചിന്ത പോകരുത്, അത് ഞങ്ങളിലേക്ക് മാത്രമാകട്ടെ. ആ സമയത്ത് പത്രോസിന് ദൈവിക വെളിപ്പാടുണ്ടായി. ഓടിച്ചെന്ന് കൈക്ക് പിടിച്ചങ്ങോട്ട് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ ഉറ്റുനോക്കിയില്ലായിരുന്നെങ്കിലോ? ഇന്ന് രാത്രിയിൽ പോകുന്നതിന് മുമ്പേ എല്ലാരോടും ഞാൻ പറയുന്നു, വളരെ ശ്രദ്ധയോടെ ഈ രാത്രിയിൽ ദൈവത്തെ സ്തുതിച്ചാൽ ചില വിടുതലുകൾ നടക്കും. അവൻ ഉറ്റുനോക്കി അല്ലെ, കൈക്ക് പിടിച്ച് പൊക്കി. ആമേൻ. അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ സൗഖ്യം വന്നിട്ടാണോ പത്രോസ് കൈക്ക് പിടിച്ചത്? അല്ല, അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? ആ ഭാഗം ശ്രദ്ധിച്ചൊന്ന് വായിച്ചാട്ട്. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞു. അപ്പോഴാ നരിയാണി, അല്ലാതെ നരിയാണി ഉറച്ചിട്ടല്ല ഇവനെ എഴുന്നേൽപ്പിച്ചത്. സ്തോത്രം പറഞ്ഞേ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവമക്കളെ, വിടുതൽ കിട്ടിയിട്ടല്ല, വിടുതൽ കിട്ടുമെന്ന വിശ്വാസത്തോടെ, ആമേൻ, വിടുതൽ ലഭിക്കുമെന്ന ഉറപ്പോടെ, വിശ്വാസത്തോടെ, നിശ്ചയത്തോടെ പിടിച്ചു. അപ്പൊ ആദ്യം വിടുതലല്ല, വിടുതലിനെ കുറിച്ചുള്ള വിശ്വാസവും അതിനെക്കുറിച്ചുള്ള ഉറപ്പും അതിനെക്കുറിച്ചുള്ള നിശ്ചയവും നമുക്കുണ്ടാകണം. അപ്പോഴാ വിടുതൽ വരുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വിടുതൽ കിട്ടിയിട്ടല്ല, വിടുതൽ കിട്ടുന്നതിന് മുൻപേ വിശ്വാസത്തോടെ കൈക്ക് പിടിച്ചു പോക്കുക. സ്തോത്രം. ക്ഷണത്തിൽ അവന്റെ നരിയാണി. അതുകൊണ്ട് ഇന്ന് പാസ്റ്റർ ഇവിടെ പ്രസംഗിക്കുമ്പോൾ വിടുതൽ കിട്ടിയിട്ടല്ല, ഈ പ്രസംഗം തീരുന്നതിന് മുമ്പ് കിട്ടുമെന്നുള്ള വിശ്വാസത്തിലൂടെ നീ മുന്നോട്ട് വരുമ്പോൾ പറഞ്ഞേ, കിട്ടിയിട്ടല്ല, കിട്ടുമെന്നുള്ള വിശ്വാസത്തോടെ മുൻപോട്ട് വരും. ക്ഷണത്തിൽ അവന്റെ നരിയാണി ഉറച്ചു. കണ്ടോ, ആലയത്തിന്റെ വാതിക്കൽ ഭിക്ഷ മേടിച്ചിരിക്കുക. ഇനി ആ ലൈൻ വായിച്ചേ. നരിയാണി ഉറച്ചെന്നുള്ള ഭാഗത്തുനിന്ന് അങ്ങോട്ട് വായിച്ചേ. ക്ഷണത്തിൽ അവന്റെ കാലും നെരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരമെന്ന ദൈവാലയത്തിൽ
അവിടെ വായിച്ചു കേട്ടോ, ചാടിയും തുള്ളിയും തുള്ളിയും ദൈവത്തെ അവരോട് കൂടെ അവൻ ദേവാലയത്തിൽ കടന്നു. ഇത് വളരെ ശ്രദ്ധിക്കണം. ജനിച്ച കാലം തൊട്ട് ഇരുന്ന് ഭിക്ഷയാചിച്ചവൻ, ഇരുന്ന് ഭിക്ഷയാചിച്ചവൻ ഇന്ന് ചാടിയും തുള്ളിയും ദേവാലയത്തിൽ കയറി. ഹല്ലേലൂയ പറഞ്ഞേ ദൈവമക്കളെ. ആമേ. ഇരുന്ന് ഇരുന്ന് എരന്നവൻ, ഇരുന്നിരുന്ന് ഭിക്ഷ മേടിച്ചവൻ, ഇരുന്നിരുന്ന് യാചിച്ചവൻ ഇന്നവൻ ഇരുന്ന് ഇരക്കുകയല്ല, ഇന്നവൻ ഇരുന്ന് യാചിക്കുകയല്ല, ഇന്നവൻ ഇരുന്ന് ഭിക്ഷ മേടിക്കുകയല്ല. അവൻ ചാടിയും തുള്ളിയും ദേവാലയത്തിൽ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞ് വിടുതൽ കിട്ടുമ്പോൾ ആമേൻ എന്ത് ചെയ്തു? അവൻ ചാടിയും തുള്ളിയും ദേവാലയത്തിൽ കയറി ആരാധിച്ചു. നിങ്ങൾക്കറിയാമോ, ഇവന് പള്ളിയിൽ കയറാൻ പ്രമാണമില്ല. ന്യായപ്രമാണം അനുസരിച്ച് മുടന്തൻ എന്ത് ചെയ്യാൻ പാടില്ല. ലേവ്യ പുസ്തകത്തിൽ കിടപ്പുണ്ട് മുടന്തന് പള്ളിക്കകത്ത് വരാൻ. അങ്ങനെ ഇവനെ ആരാധന വിലക്കിയിട്ടിരുന്നവനാ, ഇവനെ പുറത്ത് കളഞ്ഞതാ പുരോഹിതന്മാരും പള്ളിയെല്ലാം. പക്ഷേ ഇവനകത്ത് കയറി. അതുകൊണ്ട് ഇരുന്ന് നിരങ്ങിയവനെ, ഇരുന്ന് ഭിക്ഷ യാചിച്ചവനെ, ഇരുന്ന് ധർമ്മം മേടിച്ചവനെ, ഇരുന്ന് എരന്നോണ്ടിരുന്നവനെ ശക്തനായ ആരാധനയ്ക്ക് വേണ്ടി പത്രോസിന്റെ കൈ അവനെ പുറത്തെടുക്കുകയാണ്. അവന്റെ ആ ബന്ധനത്തിൽ നിന്നും ആ കെട്ടിൽ നിന്നും പൊട്ടിച്ചവനെ വെളിയിലെടുത്തു. ക്ഷണത്തിൽ അവന്റെ നരിയാണി ഉറച്ചു. അവൻ ചാടാനും തുള്ളാനും തുടങ്ങി. ആലയത്തിനകത്ത് കയറി ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ അവൻ ആരാധനയ്ക്ക് വളരെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അവനകത്ത് അത്ര കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇന്നെങ്കിലും ഒരു ചാടിയും തുള്ളിയില്ലെങ്കിലും ഉറക്കുമെന്ന് കൈ പിടിക്കാവോ? എന്നോട് ഒറ്റ പറയണം, ഞാൻ കൈ പിടിച്ചിരിക്കും പ്രാർത്ഥനാ സമയത്ത്. ഉറക്കെ കൈ അടിക്കാവുന്നുണ്ടെങ്കിൽ മാത്രമേ പറയാവുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ പാട്ട് എന്തൊക്കെ അങ്ങനെ ചെയ്തത് നാളെ പറയരുത് കേട്ടോ. മുടന്തൻ ചാടിയും തുള്ളിയെല്ലാം ആരാധിക്കുക. സ്തോത്രം. ചാടാൻ പറ്റുമായിരുന്നു. ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ, ഇരുന്നവൻ നിരങ്ങുമല്ലേ. ബാത്റൂമിൽ പോകണമെന്ന് നിരങ്ങിയല്ലേ. സ്തോത്രം. നിരങ്ങിയല്ലേ നടക്കുന്നത്. നിരങ്ങി നടന്നവൻ ചാടുന്നത് കണ്ടോ? അവൻ തുള്ളുന്നത് കണ്ടോ? അവൻ ഓടുന്നത് കണ്ടോ? എരന്നിരുന്നവൻ, ഭിക്ഷ മേടിച്ചവൻ ഇന്ന് ആരുടെ മുമ്പിൽ കൈ നീട്ടുന്നുണ്ടോ? അതിന്റെ ആവശ്യം അവനുണ്ടോ? ഹല്ലേലൂയ പറഞ്ഞേ. എന്താ കാര്യം? ആമേൻ. അത്ഭുതകരമായി ദൈവം അവനെ വിളിച്ചു. ശുശ്രൂഷയിലും ശ്രദ്ധിക്കണം. ചാടിക്കേറി വെളിപ്പാടും ദർശനമൊന്നും പറയരുത്. അതിനാ പത്രോസ് പറഞ്ഞു, ഞങ്ങളെ ഒന്ന് നോക്കേ, സൂക്ഷിച്ചു നോക്കേ. എന്തിനാ? ദൈവം ഞങ്ങളോട് ഇടപെടാൻ. ആ ഇടപെട്ട് കഴിഞ്ഞപ്പം അവന്റെ കൈക്ക് നേരത്തെ പിടിച്ചു പൊക്കിയിരുന്നല്ലോ. നാട്ടുകാർ കൂകിയനെ. സ്തോത്രം പറഞ്ഞ് നാട്ടുകാർ കൂകിയനെ. കാരണം നേരത്തെ പുള്ളി പിടിച്ചു പൊക്കുകയായിരുന്നു, ഇവന് സൗഖ്യം വരത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടാൻ വേണ്ടിയാണ് പറഞ്ഞത് ഞങ്ങളെ സൂക്ഷിച്ചു നോക്കേ. ദൈവത്തിന്റെ കരം ഇടപെടാൻ വേണ്ടിയാണ് പറഞ്ഞത് സൂക്ഷിച്ചു നോക്കേ. അതുകൊണ്ട് ഇന്ന് രാത്രി ശരിക്കും സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോടെ ദൈവത്തെ ആരാധിക്കുക. ദൈവത്തിന്റെ കരം ഇടപെടാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവത്തിന്റെ കരം ഇടപെടുകയില്ല. പത്രോസിനെ കുറിച്ചുള്ള കാര്യം കൂടെ പറഞ്ഞു നിർത്താം. പത്രോസ് പറഞ്ഞ കാര്യം കേട്ടോ, വെള്ളിയും പൊന്നും എനിക്ക് തരാൻ ഇല്ല. 2 വർഷത്തിന് മുൻപിലാണല്ലോ ആ 100-ന്റെ നോട്ട് ഇങ്ങനെ അടുക്കി ഒരു ബാഗിനകത്ത് കക്ഷത്തി വെച്ചോണ്ട് ഗലീല കടപ്പുറത്തൂടെ നടന്ന ബിസിനസ്സുകാരനാണ് ഇദ്ദേഹം. ബോട്ടിനകത്ത് 6-7 പേര് ജോലിക്കാരുണ്ട്. സ്തോത്രം. പത്രോസിന്റെ ബോട്ടിൽ 7 പേര് ജോലിക്കാരുണ്ട്. ആമേ. ഇഷ്ടം പോലെ പണം കൈകാര്യം ചെയ്ത പുള്ളി പറയാ, എനിക്ക് വെള്ളിയും പൊന്നും ഇല്ല. എന്താ കാര്യം? പത്രോസിന്റെ പണത്തോടുള്ള മനോഭാവം മാറി. ഇന്ന് എന്റെ കയ്യിൽ എന്തില്ല. സ്നേഹിത, നീ ഒരു 2 വർഷത്തിന് മുൻപാണ് എന്നോട് ഭിക്ഷ ചോദിച്ചിരുന്നെങ്കിൽ 100-ന്റെ നോട്ടെടുത്ത് ഞാൻ തരുമായിരുന്നു. ഇന്ന് എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്താ കാര്യം?
പടകും വലയും ഞാൻ വിട്ടു. പടകും വലയും ഞാൻ വിട്ടു. പക്ഷെ ഇന്ന് എൻ്റെ മക്കൾ വേറൊന്നുണ്ട്. എന്താണെന്നറിയാമോ? ദൈവശക്തി, ദൈവകൃപ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്ക എന്ന് പറഞ്ഞു. സ്തോത്രം പറഞ്ഞ് അവന്റെ അമ്മയുടെ ഉദരം തൊട്ടവന് ആരായിരുന്നു? മുടന്തനാണ്. പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ അവന്റെ മുടന്തും മാറി. എല്ലാം മനസ്സിലായോ? പണമില്ല, പക്ഷെ ദൈവകൃപയുണ്ട്. പണമില്ല, പക്ഷെ ദൈവശക്തിയുണ്ട്. പണമില്ല, പക്ഷെ പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട്. പണമില്ല, തന്റെ കയ്യിൽ എന്തുണ്ട്? ഏത് രോഗത്തിനും സൗഖ്യമുണ്ട്. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, പലരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയാത്തതിന്റെ കാര്യം പണമാണ്. ആ പണത്തോടുള്ള മനോഭാവം വിട്ടിട്ട്, പടകും വലയും വിട്ടിട്ട് താൻ ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ തന്റെ മക്കൾ എന്തുണ്ട്? പിറവിയിലെ മുടന്തനായവന് കൊടുക്കുവാൻ ആരോഗ്യമുണ്ട്, അവന് കൊടുക്കുവാൻ സൗഖ്യമുണ്ട്, അവന്റെ കാലിന്റെ കുറവ് തീർക്കാനുള്ള ദൈവകൃപയുണ്ട്, അതിനുള്ള ദൈവശക്തിയുണ്ട്. അല്ലേലിയ പറഞ്ഞാട്ടെ. പണത്തോടുള്ള മനോഭാവം വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആരാധന ദിവസമെങ്കിലും ആ മനോഭാവം എടുത്ത് കളയണം. അന്നത്തതെങ്കിലും നീ വേണ്ടാന്ന് വെക്കണം. സ്തോത്രം പറഞ്ഞ് അന്നത്തതെങ്കിലും എന്ത് ചെയ്യണ്ട, എങ്കിൽ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാൻ ഒക്കത്തുള്ളൂ. ഈ പുള്ളി പണത്തിന്റെ പുറകെ പോയിരുന്നെങ്കിൽ ഈ മനുഷ്യന് സൗഖ്യമാക്കാൻ കഴിയുമായിരുന്നോ? പത്രോസിന്റെ കയ്യിൽ എന്തുണ്ട്? രോഗസൗഖ്യമുണ്ട്. പത്രോസിന്റെ കയ്യിൽ എന്തുണ്ട്? കൃപയുണ്ട്. പത്രോസിന്റെ കയ്യിൽ എന്തുണ്ട്? വിടുതലുണ്ട്. പത്രോസിന്റെ കയ്യിൽ എന്തുണ്ട്? കുറവ് തീർക്കും. പിറവിയിലെ മുടന്തന അവന്റെ കുറവ് പുള്ളി അങ്ങ് തീർത്തു. സ്തോത്രം. ആ കാലിന്റെ കുറവ് തീർത്തു. പണം ഉണ്ടെങ്കിൽ ഇത് പറ്റുമായിരുന്നോ? വെള്ളിയാഴ്ച ദിവസം ഒരു പൈസയും നമുക്ക് വേണ്ട. സ്തോത്രം. ഈ 2 മണിക്കൂറിന്റെ എല്ലാം അങ്ങ് മാറ്റി വെച്ചിരിക്കും. പത്രോസ് ഇത് വിട്ടത് കൊണ്ടാണ് ഇത് പറ്റിയത്. പ്രൈസ് ദി ലോർഡ്. ഇത് പറ്റിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. സമയം പോകുന്നു അല്ലേ? 7:30 ആകുക. പാർശ്വ അങ്ങ് വീട്ടിൽ കൊണ്ടൊന്നും പോകത്തില്ല. സ്തോത്രം. പേടിക്കൊന്നും വേണ്ട. ഇയാക്കിനി ആത്മാവ് മൂത്ത് പോയെങ്കിൽ അല്ലേ? ചിലര് ഞങ്ങളുടെ നാട്ടിലൊക്കെ ചിലരൊക്കെ സങ്കീർത്തനം വായിക്കും. ഞാൻ ഹൃദയത്തിൽ പ്രാർത്ഥിക്കും, ദൈവമേ ആത്മാവ് കൂടരുത്. കാരണം ഈ ആൾക്കാർ കേട്ട് കേട്ട് ദേഷ്യം കയറിയിരിക്കുക. ഇയാൾക്കിനി ആത്മാവ് കൂടി പോയാൽ തവ പൊട്ടിപ്പോവും. പലരും പറഞ്ഞിട്ടുണ്ട്, പാർശ്വ അയാൾക്ക് ആ സങ്കീർത്തനം കൊടുക്കുന്നത് ഈ ആഴ്ച ഞാൻ പറ്റിയത് കേട്ടോ. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ പറയരുത്, നമ്മുടെ അച്ഛനില്ലേ പുള്ളി വളരല്ലേ, എന്ത് കറിയല്ല. ഇത് ചില ഒത്തിരി സംഭവം ഉണ്ട് ദൈവമക്കളെ. 19-ാം അധ്യായം ലൂക്കോസ്. ഇന്നത്തെ ചിന്തയാ, ഞാൻ അടുത്ത ആഴ്ച പറഞ്ഞോളാം. നമുക്ക് തുടങ്ങി വെക്കാം. യേശു എരിഹോവിലൂടെ കടന്നു പോകും. 19 കണ്ടോ? ലൂക്കോസ് 19, സക്കായിയുടെ വിഷയം കണ്ടോ? അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായി സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവെന്ന് കാണുവാൻ ശ്രമിച്ചു. വളച്ചലിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുമ്പോട്ടോടി അവനെ കാണേണ്ടതിന്. സമയത്തിന് പരിമിതി കൊണ്ട് ഞാൻ പറഞ്ഞു വായിച്ചാൽ മതി കേട്ടോ. എരിഹോവിലെത്തി കടന്നു പോകുന്ന യേശു യുഗങ്ങളുടെ നടുവിലൂടെ, നൂറ്റാണ്ടുകളിലൂടെ, സഭകളിലൂടെ, കൂട്ടായ്മയിലൂടെ, പ്രാർത്ഥനയിലൂടെ ദൈവമക്കൾ മുട്ടുമടക്കുന്നോടത്തൂടെ ഇന്നും പൊക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ നടുവിൽ കൂടെ ആര് പോകുന്നു? യേശു കടന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെയായിരുന്നാലും ഞാൻ എന്ത് ചെയ്യും? അവിടെ കടന്നു വരുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ ഈ ചെറിയ കൂട്ടായ്മയിൽ ഇന്ന് രാത്രി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അവൻ കടന്നുപോയപ്പോൾ വിധവയുടെ മകൻ ഉയർത്തു. അവൻ കടന്നുപോയപ്പോൾ രക്താസ്രവക്കാരത്തി സൗഖ്യം പ്രാപിച്ചു. ഇന്ന് രാത്രിയിലെ ആരാധനയിലൂടെ കർത്താവ് കടന്നു പോകുമ്പോൾ ദൈവമക്കളെ ചില വിടുതലുകൾ വെളിപ്പെടും, ചില സന്തോഷം നമുക്കുണ്ടാകും.
ചില അനുഗ്രഹം നമുക്കുണ്ടാകും. ആമേൻ. ഇന്ന് രാത്രി യേശു നമ്മുടെ നടുവിലുണ്ട്. അവൻ എരികോവിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ആ യേശു ഇന്നും പൊക്കോണ്ടിരിക്കുക. ഇന്നും ദൈവമക്കളുടെ നടുവിലൂടെ കടന്നു പോകുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകട്ടോ, കടന്നു പോകും. അപ്പോൾ ആളിൽ കുറിയൊരു മനുഷ്യൻ, പൊക്കമില്ലാത്തൊരു മനുഷ്യൻ, ഇദ്ദേഹത്തിനൊരാഗ്രഹം, യേശു എങ്ങനെ ഉള്ളവൻ എന്നറിയണം. യേശു എങ്ങനെ ഉള്ളവൻ എന്ന് അറിയണം. അത് നല്ല കാര്യമാണ്. നമ്മളൊക്കെ അറിയാൻ ശ്രമിക്കുന്നത് ശാസ്ത്രവും സയൻസും അല്ലേ, വലിയ കണക്കും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ യേശു എങ്ങനെ ഉള്ളവനെന്ന് അറിയാൻ ആഗ്രഹം നമുക്കുണ്ടോ? സ്തോത്രം. സക്കായിക്ക് ആഗ്രഹമായി. അതിന്റെ കാരണം പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, സക്കായി റോമൻ മാർക്കറ്റുകളും കാര്യങ്ങളും എല്ലാം റിയൽ എസ്റ്റേറ്റും എല്ലാം കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം വലിയ റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥനാണ്. അതുകൊണ്ട് അദ്ദേഹം റെന്റ് പിരിക്കാൻ ഇങ്ങനെ പോകും, വാടക മേടിക്കാൻ. അങ്ങനെ അദ്ദേഹം വാടക പിടിക്കാനായിട്ട് രക്താശ്രമക്കാരത്തിയുടെ വീട്ടിൽ ചെന്നു. അപ്പൊ പുള്ളിക്കാരത്തി എന്ത് പറഞ്ഞു? എന്നോട് ക്ഷമിക്കണം, എൻ്റെ തരാനൊന്നും ഞാനും അവർക്ക് ഒന്നുമില്ല കൊടുക്കാൻ, ദാരിദ്ര്യവും പട്ടിണിയാണ്. ഈ യഹൂദന്മാർക്ക് ഈ മഹാപാപികളെന്ന് പറയും, രോഗികൾ, അവരെ വീട്ടിൽ കയറ്റുകയില്ല. കുറെ കഴിഞ്ഞ ഒരു 2-3 മാസം കഴിഞ്ഞപ്പം സക്കായി ആ വീട്ടിൽ ചെന്നപ്പം, എടാ ഈ പെണ്ണ് നല്ല സുന്ദരിയായിരിക്കുന്നു, കഴിഞ്ഞ മാസം വന്നപ്പോൾ എന്തല്ല വാടക തരാൻ ഒരു മാർഗവും ഇല്ലെന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി ഇപ്പൊ നോട്ടുകെട്ടുമായിട്ട് വരുന്നത്. നല്ല മിടുക്കത്തിയായി, നല്ല ചുരിദാറൊക്കെ ഇട്ട് നോക്കുന്നല്ലേ. ഓക്കെ, 2025 എല്ലാവരും ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ഒത്തിരി പൊക്കി പറയത്തില്ല, കാരണം അങ്ങ് പൊങ്ങിപ്പോയെങ്കിലോ കുഴപ്പമില്ല. എല്ലാരും എന്റെ വിശ്വാസികളൊക്കെ കണ്ടാൽ ഒരുവിധം ഒന്നല്ല നല്ലതാ കേട്ടോ. അപ്പൊ ചുരിദാറും ഒക്കെ വിട്ട് നല്ല മിടുക്കത്തിയായിട്ട് ഇങ്ങോട്ട് വന്നപ്പം സക്കായി സൂക്ഷിച്ചു നോക്കി. ഉടനെ ചോദിച്ചു, നോക്കുവൊന്നും വേണ്ട, ഞാൻ തന്നെയാ. അപ്പൊ ചോദിച്ചു, നിനക്കെങ്ങനെ എങ്ങനെയോ ഒന്ന് പറഞ്ഞു. അതേ, യേശുവിന്റെ വസ്ത്രത്തിൽ ഞാൻ തൊട്ടു, ക്ഷണത്തിൽ എൻ്റെ രോഗം മാറി, എൻ്റെ ശരീരത്തിൽ ആരോഗ്യം വന്നു, എൻ്റെ പഴയ അവസ്ഥയൊക്കെ മാറി. ഞാൻ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, എനിക്കിപ്പോ പൈസക്ക് ബുദ്ധിമുട്ടില്ല. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. നേരത്തെ ഞാൻ രക്താശ്രമക്കാരത്തിയായതുകൊണ്ട് ആരും എന്നെ ജോലിക്ക് വിളിക്കത്തില്ല, ആരും എന്നെ വീട്ടിൽ കയറ്റത്തില്ല, എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു. ഇന്ന് അങ്ങനല്ല, ഇന്ന് എനിക്ക് ഇഷ്ടം പോലെ ജോലിയുണ്ട്, അതുകൊണ്ട് പൈസയുണ്ട്. അപ്പൊ സക്കായി ഓർത്തു, എടാ ഇങ്ങനാണെങ്കിൽ ആ യേശുവിനെ എനിക്കും ഒന്ന് ഇങ്ങനെയാണെങ്കിൽ ആ യേശു എങ്ങനെ ഉള്ളവനാണെന്ന് എനിക്കൂടെ ഒന്ന് അറിയണം. 1-ാമത്തെ വാക്യം വായിച്ചേ, 19-ാം അധ്യായത്തിൽ 1-2 വാക്യം. കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. കണ്ടോ, അപ്പൊ സക്കായി ഓർത്തു, എടാ ഈ സഹോദരിക്ക് ആരോഗ്യവും ബലവും ഒക്കെ മടങ്ങി, ദേ ഇവള് നല്ല സുന്ദരിയായിരിക്കുന്നു, അങ്ങനാണെങ്കിൽ യേശു എങ്ങനെയുള്ളവനാണെന്ന് എനിക്കൂടെ ഒന്ന് അറിയണം. ഇന്ന് രാത്രി അറിയണ്ടേ? അനേകർക്ക് വിടുതൽ കൊടുത്തു, അനേകര് സന്തോഷിക്കുന്നു, അനേകർ അനുഗ്രഹം പ്രാപിച്ചെങ്കിൽ ആ യേശു എങ്ങനെയുള്ളവരാണെന്ന് എനിക്കൂടെ ഒന്ന് കാണണം. ആ യേശുവിനെ എനിക്ക് വ്യക്തമായിട്ടൊന്ന് അറിയണം. ദൈവമക്കളെ, അനേക വർഷങ്ങളായിട്ട് അനേക ദൈവമക്കളെ അനുഗ്രഹിച്ച യേശു, അനേക ദൈവമക്കൾക്ക് വിടുതൽ കൊടുത്ത യേശു, അനേക ദൈവമക്കളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിയ യേശു എങ്ങനെയുള്ളവനെന്ന് അറിയണ്ടേ? അദ്ദേഹത്തെ അറിയണ്ടേ? അദ്ദേഹത്തെ നിങ്ങൾക്ക് കാണണ്ടേ? വ്യക്തമായിട്ട് അദ്ദേഹത്തെ അറിയണ്ടേ? സക്കായി വിചാരിച്ചു, എന്ത് പ്രശ്നം വന്നാലും കൊള്ളാം, എനിക്ക് ഇദ്ദേഹത്തെ ഇന്ന് ശരിക്കൊന്ന് കാണണം, എനിക്ക് ഇദ്ദേഹത്തെ ശരിക്കൊന്ന് അറിയണം. എനിക്ക് ശാസ്ത്രത്തെ കുറിച്ച് അറിയണ്ട, സയൻസ് അറിയണ്ട, എനിക്ക് ലോകത്തെ കുറിച്ച് അറിയണ്ട, ഒന്നും അറിയണ്ട, ഇദ്ദേഹം എങ്ങനെയുള്ളവനാണെന്ന് എനിക്ക്. ആ പുള്ളി ഇങ്ങോട്ട് വന്നപ്പം പുള്ളിക്കൊരു കുറവുണ്ട്. എന്താണെന്നറിയോ? പൊക്കത്തിന്റെ കുറവേ. പൊക്കമില്ല ആളി. അപ്പൊ പുള്ളി ദൈവം അറിയാൻ എങ്ങനെ ആഗ്രഹിക്കുന്നത്? എങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്നത്? യേശു എങ്ങനെ ഉള്ളവനെന്ന് പുള്ളിക്ക് അറിയണം. പക്ഷെ പുള്ളിയുടെ ആഗ്രഹം എന്താണെന്നറിയോ? യേശു തന്നെ അറിയരുത്.
ആമേൻ. യേശു തന്നെ കാണരുത്, യേശു തന്നെ അങ്ങനെ ചില പുള്ളികളുണ്ട്. യേശു എന്നെ ഒരിക്കലും അറിയണ്ട, യേശുവിനെ എനിക്കറിയണം, ആമേൻ. യേശുവിനെ എനിക്ക് കാണണം. സക്കായി എന്നെ യേശു കാണരുത്, എന്നെ യേശു അറിയരുത്, എനിക്ക് യേശുവിനെ. അങ്ങനെ വന്നപ്പോഴത്തേന് സക്കായി യേശുവിനെ അറിയണം, പക്ഷെ സക്കായിയെ യേശു അറിയരുത്. അതുകൊണ്ട് സക്കായിക്ക് പരസ്യമായിട്ട് വരാൻ പറ്റില്ല. എന്താ വന്നാൽ സക്കായിയെ യേശു പൊട്ടത്തരമായി കാണിക്കുന്നില്ല. യേശു പറഞ്ഞ എന്നാന്നറിയോ? ആ മരത്തിന്റെ ഊട്ടി വന്നിട്ട് നേരെ മുകളിലോട്ട് നോക്കിയിട്ട്, സക്കായി നീ ഇറങ്ങി നിന്റെ വീട്ടിൽ ഞാൻ ഇന്ന്. ഈ മനുഷ്യൻ പറഞ്ഞ എന്തുവാ? എന്നെ യേശു അറിയരുത്, എന്നെ യേശു പൊട്ടത്തര. ഈ മനുഷ്യൻ വരുന്നതിന് മുമ്പേ ആ പുള്ളി അറിഞ്ഞേച്ചിരിക്കുക. ഇവൻ വീട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ യേശു വരുന്നതും മരത്തിന്റെ മുകളിൽ കയറി ഇരിക്കുന്നതും എല്ലാം അറിഞ്ഞിട്ട് അവന്റെ വീട്ടിൽ അന്ന് പോകാനും താമസിക്കാനും വരെ യേശു തീരുമാനിച്ചിരിക്കുക. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ അറിയുന്നതിന് മുമ്പേ നമ്മെ അറിയുന്നവൻ, നമ്മുടെ വീട് അറിയുന്നവൻ, നമ്മുടെ സാഹചര്യം അറിയുന്നവൻ, നമ്മുടെ ചുറ്റുപാട് അറിയുന്നവൻ, അതാണ് യേശു. സ്തോത്രം പറഞ്ഞ് നീ യേശുവിനെ അറിയാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് നിന്റെ ഭവനം യേശു അറിയുന്നുണ്ട്. നീ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് യേശു നിന്നെ മുഴുവനായി കണ്ടിട്ടുണ്ട്. യേശു സക്കായിയെ താഴെ വന്നിട്ട് പറഞ്ഞു, മേലോട്ട് നോക്കിയിട്ട് പറഞ്ഞ് ഇറങ്ങിപ്പോരാൻ പറഞ്ഞു. ഈ പുള്ളി ഓർത്ത് എന്നതറിയോ? എന്നെ യേശു കാണുന്നില്ലായിരിക്കും, എന്നെ യേശു കാണുന്നില്ല, എന്നെ യേശു അറിയുന്നില്ല. മോളി വന്ന് മേളിലോട്ട് നോക്കിയപ്പോഴാ പുള്ളിക്ക് മനസ്സിലായേ, അയ്യോ ഞാൻ കാണിച്ചില്ല പൊട്ടത്തരം യേശു എന്നെ. ഒത്തിരി കാര്യമുണ്ട്. സ്തോത്രം. സക്കായി യേശുവിനെ കാണാൻ സക്കായിക്ക് പറ്റുന്നില്ല. എന്താ കാര്യം? പൊക്കമില്ല. പൊക്കം. അപ്പൊ സക്കായി എന്ത് ചെയ്തു? ഒരു പൊക്കം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. പുള്ളി ഇങ്ങനെ ഒരു പൊക്കം നോക്കി നടക്കും. അങ്ങനെ നോക്കിയപ്പോൾ പൊക്കമുള്ള ഒരു കാട്ടത്തി കണ്ടു. പ്രൈസലോ. അപ്പൊ പുള്ളി എന്ത് ചെയ്തു? പൊക്കം കണ്ടുപിടിച്ച് ആ പൊക്കത്ത് കയറി ഇരിക്കുക. യേശുവിനെ കാണാൻ. ഹല്ലേലൂയ പറഞ്ഞേ. യേശു പറഞ്ഞ് താഴോട്ട്. ഇന്ന് പലരും അങ്ങനെ പൊക്കം കണ്ടുപിടിച്ചിട്ട് പൊക്കം ഉണ്ടാക്കിയിട്ട് കയറിയിരിക്കുക. എന്താ? ഞങ്ങൾ ഇന്ന കുടുംബക്കാര്. ആ പൊക്കത്തുനിന്ന് പക്ഷേ 40 വർഷത്തെ പഴക്കം, 40 വർഷത്തെ പൊക്കം കയറിയിരിക്കുക മോളിലെ. ചർച്ച് ഓഫ് ഗോഡ് ഉണ്ടായ കാലഘട്ടം തൊട്ട് ഞങ്ങളെ നിനക്ക് യേശുവിനോട് കൂടെ നടക്കണം, പൊക്കത്തുനിന്ന് താഴെ. സ്തോത്രം. ചിലരെന്ത് ചെയ്യുന്നു? ചെല്ലു പറഞ്ഞ് ഞങ്ങളുടെ പിതാക്കന്മാര് തുടങ്ങി അങ്ങ് മതിലേലെങ്ങാണ്ട് കിടത്തക്കെത്തി. കേരളത്തിൽ ഏത് മതിലേല കിടക്കുന്നത്? മാന്തി എടുത്താൽ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് മാറ്റാൻ പോകണ്ട അല്ലേ? കാരണം ഞാൻ കേരളത്തിന്റെ ചരിത്രം പ്രത്യേകം പഠിച്ചയാളാണ്, ഹിസ്റ്ററി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാന്താൻ പോകണത്. കാരണം കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഇല്ലായിരുന്നു കേട്ടോ, അങ്ങനെ ഒരു സ്ഥലമില്ല. അതിന് കൊടുത്തിരുന്ന പേര് ചരിത്രത്തിൽ തമിഴകമെന്നാണ്. കൊച്ചിയും തിരുവിതാംകൂർ ഉണ്ടായപ്പോഴത്തേനാണ് ശക്തൻ തമ്പുരാൻ അന്നത്തെ രാജാവ്, അദ്ദേഹമാണ് തിരുവിതാംകൂർ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് കേരളം ഉണ്ടായത്. അതിന് പുറയിലോട്ട് ചെല്ലുമ്പോൾ കേരളമില്ല, തമിഴകം രണ്ടും കൂടെ ഒന്നിച്ച് കിടക്കുക. അപ്പൊ ഈ തമിഴകത്തിൽ ഉണ്ടായിരുന്നത് ദ്രാവിഡ വർഗക്കാരാ. ഒരു മതിലേക്ക് നിൽക്കുന്ന ഒരുത്തരും അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. 8-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആര്യ ബ്രാഹ്മണൻ വന്നത്. അപ്പൊ 1-ാം നൂറ്റാണ്ടിൽ പിന്നെ തോമാസ് ലീഗ ഏത് കുടുംബത്തെയാണ് രക്ഷിക്കപ്പെട്ടത്? നേരത്തെ PDCക്ക് പഠിക്കുന്ന ഹിസ്റ്ററി പുസ്തകത്തിലുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ മേടിച്ച് വായിച്ച് പഠിച്ചു. ഇപ്പോഴും എൻ്റെ അതൊക്കെ ഇരിപ്പുണ്ട്. 8-ാം നൂറ്റാണ്ടില്ല. അപ്പൊ തോമാസ് ലീഗ ഏത് കുടുംബത്തെയാണ് 1-ാം നൂറ്റാണ്ടിൽ ഇവിടെ മാനസാന്തരപ്പെടുത്തിയത്? 1-ാം നൂറ്റാണ്ടിൽ ബ്രാഹ്മണൻ വേണ്ട ഇവിടെ മാനസാന്തരപ്പെടുത്താൻ. അന്ന് ഇവിടെ ബ്രാഹ്മണൻ ഇല്ലല്ലോ. അയാൾ വരുന്ന 8-ാം നൂറ്റാണ്ടിലല്ലേ. പിന്നെ ഇവിടെ നിന്നാണ് രക്ഷിക്കപ്പെടുത്തിയത്. അതുകൊണ്ട് ആരും പറയണ്ട ഞാൻ അങ്ങ് മതിലേലുള്ളതാണെന്ന്. ഒരു പൊക്കത്തും ഇരിക്കണ്ട കേട്ടോ. അക്കായി ഒരു പൊക്കമൊക്കെ കണ്ടുപിടിച്ച് പൊക്കത്ത് കയറി ഇങ്ങനെ ഇരിക്കുക.
ഒരു പൊക്കം ഇവിടെ പറയണ്ട. പണത്തിന്റെ പൊക്കം പറയണ്ട, നിറത്തിന്റെ പൊക്കം പറയണ്ട, പൈസയുടെ പൊക്കം പറയണ്ട, ഒന്നും പറയണ്ട. യേശുവിന് അതൊന്നും ഇഷ്ടമല്ല. യേശു പറഞ്ഞു, സക്കായി രാമേ, പൊക്കത്തിരുന്ന് നീ എന്നെ കാണണ്ട, നീ താഴോട്ട് ഇറങ്ങി വാ. പൊക്കത്തിരുന്ന് കാണാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നോട് കൂടെ നടക്കാനും നിന്റെ വീട്ടിൽ വരാനും എനിക്കവിടെ പാർക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലേ ഞാൻ പറഞ്ഞാട്ടെ? അപ്പൊ പൊക്കത്തുനിന്ന് ഇറങ്ങുമോ? വേറെ ചില കൂട്ടരുണ്ട് ഈ പൊക്കത്ത് കയറി ഇരിക്കുക ഇങ്ങനെ ഈ അത്തിയുടെ. എന്നിട്ട് പുള്ളി എന്ത് ചെയ്തു? ഒരു കമ്പയിലെ ബലമായിട്ടങ്ങ് വേറൊരു കമ്പയെ പിടിച്ചു. രണ്ട് കൈയും രണ്ട് കമ്പയെ പിടിച്ചു, ഒരു കമ്പയിൽ ഇരിക്കുക. യേശു വന്ന് വിളിച്ചപ്പോ എന്ത് ചെയ്തു? ഈ കൈ അങ്ങ് ചിലര് വിടത്തില്ല. ഞാൻ പിടിച്ചത് ചാകുന്നവരെ ഈ കമ്പയിൽ ഞാന് ഈ കമ്പയിൽ ഞാൻ വിടുന്ന പരിപാടിയില്ല. യേശു പറഞ്ഞു, സക്കായിയെ ആ കമ്പയിൽ കൈവിട്ടേ, ഞാൻ ഇരിക്കുന്ന കമ്പയില്ലേ അതിന് വേഗം താഴോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളൊക്കെ പിടിച്ചിരിക്കുന്ന കൊമ്പേന്ന് കൈ അങ്ങ് വിടെ. സ്വത്രം പറ. നമ്മളൊക്കെ ഈ വിളിച്ചിരിക്കുന്ന കൊമ്പേൻ ചില പറയല്ലോ, പാസ് എന്ത് പറഞ്ഞാലും ഞാൻ ഇതിനകത്തുനിന്ന് വിടുന്ന ലക്ഷണമില്ല. ഞാൻ ഈ കമ്പേന്ന് കൈവിട്ടിട്ട് ഞാൻ പിടിച്ചത് ഞാൻ പറഞ്ഞതുപോലെ. അങ്ങനെ ആയിരുന്നെങ്കിൽ സക്കായുടെ വീട്ടിൽ യേശു പോവുമായിരുന്നു? നിങ്ങൾ പറ. യേശു ആ കൊമ്പേൽ സക്കായി കൈവിട്ട് ഇറങ്ങിയത് കൊണ്ടല്ലേ ആ വീട്ടിൽ യേശു ചെന്ന് അവിടെ വായിച്ചെങ്കിൽ കേൾക്കണോ, ആ വീടിന് രക്ഷ വന്നു. ഇവൻ അബ്രഹാമിന്റെ മകൻ എന്നാ യേശു പറഞ്ഞത്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ആ പിടിച്ചിരിക്കുന്ന വാശിയൊക്കെ അങ്ങ് വിടെ കേട്ടോ. ആ കൊമ്പയിലൊന്നും മുറുകെ പിടിച്ചോണ്ട് ആരും എന്ത് ചെയ്യണ്ട. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ അടുത്ത ആഴ്ചയെ പറയാം. എല്ലാവർക്കും മുമ്പോട്ട് കയറി നിൽക്കാം. ഈ വചനത്തിന്റെ മുൻപിൽ നമ്മൾ ആരാധിക്കാൻ പോവുക. എല്ലാവരും ശക്തമായിട്ട് പാട്ട് പാടണം. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിച്ചതുപോലെ